ഓം ശാന്തി. പ്രഭാത മുരളി ഡേറ്റാണ് 17/1/2021. അവ്യക്ത ബാബ്ദാദയുടെ മഹാവാക്യാണ്. റിവൈസ് കോഴ്സാണ് 14/10/87. ശിവബാബ യാദ് ഹെ? ശിവബാബയുടെ ഓർമ്മയുണ്ടോ? ബ്രാഹ്മൺ ജീവൻ ബാപ് സെ സർവ സംബന്ധ അനുഭവ് കർണേ കി ജീവൻ. ഇന്നത്തെ വിഷയമാണ് ബ്രാഹ്മണ ജീവിതം. ബാബയുമായി സർവ സംബന്ധത്തിൻ്റെയും അനുഭവം ചെയ്യാനുള്ള ജീവിതമാണ്. आज बाप दादा अपने अनेक बार मिलन मनाने वाले, अनेक कल्पों से मिलने वाले बच्चों से फिर मिलन मनाने आए हैं. ഇന്ന് ബാപ്പ് ദാദ അവരുടെ അനേക പ്രാവശ്യം മിലനം ആഘോഷിച്ച, അനേക കൽപ്പങ്ങളിലായി മിലനം ചെയ്യുന്ന കുട്ടികളുമായി വീണ്ടും മിലനം ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. एक अलौकिक अव्यक्त मिलन भविष्य स्वर्ण युग में भी नहीं हो सकता. ഈ അലൗകിക അവ്യക്ത മിലനം ഭാവിയിലെ സ്വർണിമ യുഗത്തിലും കൂടി ഉണ്ടാകാൻ സാധ്യമല്ല. सिर्फ इस समय इस विशेष युग को वरदान है. കേവലം ഈ സമയത്ത് ഈ വിശേഷ യുഗത്തിൻ്റെ വരദാനമാണ് बाप और बच्चों के मिलने का. इसलिए इस युग का नाम ही है संगम युग, अर्थात मिलन मनाने का युग. ബാബയും കുട്ടികളുമായി മിലനം ചെയ്യാനുള്ള ഈ യുഗത്തിൻ്റെ പേര് തന്നെയാണ് സംഗമയുഗം, അതായത് മിലനം ആഘോഷിക്കാനുള്ള യുഗം. ऐसे युग में ऐसा श्रेष्ठ मिलन मनाने के विशेष पाटधारी आप आत्माए हो. അത്തരത്തിലുള്ള യുഗത്തിൽ അത്തരത്തിലുള്ള ശ്രേഷ്ഠ മിലനം ആഘോഷിക്കുന്ന വിശേഷ പാട്ടധാരി താങ്കൾ ആത്മാക്കളാകുന്നു. बाप दादा भी ऐसे कोटों में कोई श्रेष्ठ भाग्यवान आत्माओं को देख हर्षित होते हैं और स्मृति दिलाते हैं. ബാപ് ദാദയും കൂടി അത്തരത്തിൽ കോടികളിലും ചില ശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാക്കളെ കണ്ട് ഹർഷിതമാകുന്നു, പിന്നീട് നമ്മൾക്ക് സ്മൃതി ഉണ്ടാക്കിക്കുന്നു. ആദി സെ അന്ത് തക് കിത്നി സ്മൃതിയാം ദിലായി ഹെ. ആദ്യം മുതൽ അന്ത്യം വരെ എത്ര സ്മൃതികളാണ് ഉണ്ടാക്കിയത്. യാദ് കരോത്തോ ലംബി ലീസ്റ്റ് നിക്കലായേഗി. ഓർമ്മിക്കുകയാണെങ്കിൽ അത് ഒരു ദീർഘ ലീസ്റ്റ് തന്നെ ആയിരിക്കും. इतनी स्मृतियाँ दिलाई है जो आप सभी स्मृति स्वरूप बन गए हो. ഇത്രയും സ്മൃതി നമ്മൾക്ക് നൽകി, ഇതിലൂടെ നമ്മളെല്ലാവരും സ്മൃതി സ്വരൂപമായിരിക്കുന്നു. ഭക്തി में आप स्मृति स्वरूप आत्माओं के यादगार रूप में भक्त भी हर समय सिमरन करते रहते हैं. ഭക്തിയിലും കൂടി താങ്കൾ സ്മൃതി സ്വരൂപ ആത്മാക്കളെ സ്മാരക രൂപത്തിൽ ഭക്തരും കൂടി എല്ലാ സമയത്തും നമ്മളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ആപ്പ് സ്മൃതി സ്വരൂപ ആത്മാവോं के हर कर्म की विशेषता का सिमरन करते रहते हैं. താങ്കൾ സ്മൃതി സ്വരൂപ ആത്മാക്കളുടെ ഓരോ കർമ്മത്തിൻ്റെയും വിശേഷതയെ അവർ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തി की विशेषता ही सिमरन अर्थात कीर्तन करना है. ഭക്തിയുടെ വിശേഷം തന്നെ എന്താണ്? സ്മരിക്കുക അഥവാ അതിനെക്കുറിച്ചുള്ള കീർത്തനം പാടുക എന്ന്. സിമരൻ കർത്തേ കർത്തേ മസ്തി മേ കിത്നാ മഗ്ന ഹോ ജാത്തേ ഹേ. അവർ സ്മരിച്ച് ആ ലഹരിയിൽ എത്രമാത്രം അവർ മുഴുകിപ്പോകുന്നു. അല്പകാൽ കേ ലിയേ ഉൻഹോ കോ ഭി ഔർ കോയി സുദ് ബുദ് നഹി രഹതി. അല്പകാലത്തിലേക്ക് വേണ്ടി അവർക്ക് വേറെ യാതൊരു തരത്തിലുള്ള സുബോധവും ഉണ്ടാകുന്നില്ല, അവർക്ക് ചുറ്റുപാടിനെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. സിമരൻ കർത്തേ കർത്തേ ഉസ്മേ ഖോ ജാത്തേ ഹെ, അർത്ഥാത് ലൗലീൻ ഹോ ജാത്തേ ഹെ. അവർ സ്മരിച്ച് അതിൽ ലയിച്ചു പോകുന്നു, അതിൽ നഷ്ടപ്പെട്ടു പോകുന്നു, അതായത് ആ സ്നേഹത്തിൽ അവർ ലയിച്ചു പോകുന്നു. അല്പകാൽ കാ അനുഭവ് ഉൻ ആത്മാവോं के लिए कितना प्यारा और न्यारा होता है. ഈ അല്പകാലത്തിൻ്റെ അനുഭവം ആ ആത്മാക്കൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതും ഭിന്നവുമാകുന്നു. ഏക്ക് ക്യോം ഹോത്ത, ഇതെന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നത്?
क्योंकि जिन आत्माओं का सिमरन करते हैं ये आत्माएं स्वयं भी बाप के स्नेह में सदा लवलीन रही है. എന്തുകൊണ്ടെന്നാൽ ഏത് ആത്മാക്കളെയാണോ അവർ സ്മരിക്കുന്നത് ആ ആത്മാക്കൾ സ്വയം തന്നെ ബാബയുടെ സ്നേഹത്തിൽ അവർ സദാ ലവലീനമായിരുന്നു. ബാക്കി സർവ്വ പ്രാപ്തിയോമേ സദാ കോയി ഹുയി രഹി ഹെ. ബാബയുടെ സർവ്വ പ്രാപ്തികളിൽ അവരങ്ങനെ ലയിച്ചു പോയിരുന്നു, അതിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. इसलिए ऐसी आत्माओं का सिमरन करने से भी उन भक्तों को अल्पकाल के लिए आप वरदानी आत्माओं द्वारा अंजलि रूप में अनुभूति प्राप्त हो जाती है. അതുകൊണ്ട് അത്തരത്തിലുള്ള ആത്മാക്കളെ സ്മരിക്കുന്നതിലൂടെ ആ ഭക്തന്മാർക്കും അല്പകാലത്തിലേക്ക് വേണ്ടി താങ്കൾ വരദാനി ആത്മാക്കളിലൂടെ ഒരു കുമ്പിളിൻ്റെ രൂപത്തിൽ അവർക്ക് അനുഭൂതി പ്രാപ്തമാകുന്നു. तो सोचो जब सिमरन करने वाले भक्त आत्मा को भी इतना अलौकिक अनुभव होता तो आप स्मृति स्वरूप वरदाता विधाता आत्मा को कितना प्रैक्टिकल जीवन में അനുഭവ പ്രാപ്ത് होता है. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ സ്മരിക്കുന്ന ഭക്തന്മാർക്ക് കൂടി ഇത്രയും അലൗകിക അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ താങ്കൾ സ്മൃതി സ്വരൂപം വരദാതാവാണ്. വിധാതാവ് ആത്മാക്കൾക്ക് എത്രമാത്രം പ്രാക്ടിക്കൽ ജീവിതത്തിൽ അനുഭവം പ്രാപ്തമായിരിക്കും. ഇസി അനുഭൂതിയോമേ സദാ ആകെ ബഡ്ത്തെ ചലോ. ഈ അനുഭൂതികൾ തന്നെ സദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഹർ കദം മേ ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപ का अनुभव करते चलो. ഓരോ ചുവടിലും ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുക. ജൈസാ സമയ ജൈസാ കർമ്മ വൈസെ സ്വരൂപ की സ്മൃതി ഇമർജ് രൂപ में അനുഭവ करो. ഏതുപോലെ സമയം, ഏതുപോലെ കർമ്മം, അതേ സ്വരൂപത്തിൻ്റെ സ്മൃതി പ്രത്യക്ഷ രൂപത്തിൽ അനുഭവം ചെയ്യൂ. जैसे अमृत वेले दिन का आरंभ होते बाप से मिलन मनाते. मास्टर वरदादा बन वरदादा से वरदान लेने वाली श्रेष्ठ आत्मा हूँ. അമൃതവേള ദിവസത്തിൻ്റെ പ്രാരംഭം, തുടക്കം കൊണ്ട് ബാബിയുമായി മിലനം ആഘോഷിച്ച് മാസ്റ്റർ വരദാതാവായി വരദാതാവിൽ നിന്നും വരദാനം എടുക്കുന്ന ശ്രേഷ്ഠാത്മാവാകുന്നു. डायरेक्ट भाग्य विदाता द्वारा भाग्य प्राप्त करने वाली പദ്മാപദം ഭാഗ്യവാൻ ആത്മാക്കും. നേരിട്ട് ഭാഗ്യവിധാതാവിലൂടെ ഭാഗ്യം പ്രാപ്തമാക്കുന്ന പദ്മാപദം ഭാഗ്യവാൻ ആത്മാവാകുന്നു. ഈ ശ്രേഷ്ഠ സ്വരൂപക്കോ സ്മൃതിമേ ലാവോ. ഈ ശ്രേഷ്ഠ സ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരൂ. വരദാനി സമയഹേ വരദാത വിധാത സാത്മേഹേ. വരദാനി സമയമാണ്, വരദാതാവും വിധാതാവും നമ്മുടെ കൂടെ തന്നെയാണ്. മാസ്റ്റർ വരദാനി ബൻ സ്വയം भी संपन्न बन रहे हो और अन्य आत्माओं को भी वरदान दिलाने वाली वरदानी आत्मा हो. മാസ്റ്റർ വരദാനിയായി സ്വയം സമ്പന്നമായിരിക്കുക, പിന്നീട് അന്യ ആത്മാക്കൾക്കും കൂടി വരദാനം നൽകിക്കുന്ന വരദാനി ആത്മാവാകുന്നു. ഈ സ്മൃതി സ്വരൂപക്കോ ഇമർജ് കരോ. ഈ സ്മൃതി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കും. ഐസെ നഹി കി യേ തോ ഹോ ഹി लेकिन भिन्न भिन्न स्मृति स्वरूप को समय प्रमाण अनुभव करो तो बहुत विचित्र खुशी विचित्र प्राप्तियों का भंडार बन जाएंगे और सदैव दिल से प्राप्ति के गीत स्वतः ही अनहद शब्द के रूप में निकलता रहेगा. ഭിന്ന ഭിന്ന സ്മൃതി സ്വരൂപത്തെ സമയപ്രമാണം അനുഭവം ചെയ്യുകയാണെങ്കിൽ വളരെ വിചിത്ര സന്തോഷവും വിചിത്ര പ്രാപ്തികളുടെയും ഭണ്ഡാരമാകും. പിന്നീട് സദൈവം മനസ്സിലൂടെ പ്രാപ്തിയുടെ ഗീതം സ്വതവേ തന്നെ നിരന്തര ശബ്ദത്തിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്താണോ നേടിയത് അത് നേടിക്കഴിഞ്ഞു. ഇസി പ്രകാർ ഭിന്ന ഭിന്ന സമയ और कर्म प्रमाण स्मृति स्वरूप का अनुभव करते जावो. ഇപ്രകാരത്തിൽ ഭിന്ന ഭിന്ന സമയവും കർമ്മം അനുസരിച്ച് സ്മൃതി സ്വരൂപത്തിന് അനുഭവം ചെയ്തുകൊണ്ടിരിക്കുക. മുരളി സുനത്തെ ഹോത്തോ एक स्मृति रहे कि गॉडली स्टूडेंट लाइफ अर्थात भगवान का विद्यार्थी हूँ.
മുരളി കേൾക്കുകയാണെങ്കിൽ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫ്, ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതം, അതായത് ഭഗവാന്റെ വിദ്യാർത്ഥിയാകുന്നു. സ്വയം ഭഗവാൻ മേരെ ലിയെ പരംധാം സേ പഠാനേലെ ആയേ ഹെ. സ്വയം ഭഗവാൻ എനിക്ക് വേണ്ടി പരമധാമം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. യഹി വിശേഷ പ്രാപ്തി ഹെ ജോ സ്വയം ഭഗവാൻ ആത്താ ഹെ. ഇതും വിശേഷ പ്രാപ്തിയാണ്, സ്വയം ഭഗവാനാണ് നമ്മൾക്ക് വേണ്ടി വരുന്നത്. ഇസി സ്മൃതി സ്വരൂപ് സേ ജബ് മുരളി സുൻതേ ഹെ തോ കിത്നാ നശ ഹോത്താ. ഈ സ്മൃതിയിലൂടെ തന്നെ എപ്പോഴാണ് മുരളി കേൾക്കുന്നത്, അപ്പോൾ എത്രമാത്രം ലഹരി ഉണ്ടായിരിക്കും. അഗർ സാധാരണ രീതി സേ നിയമ പ്രമാൺ സുനാനെ വാല സുനാ രഹാ ഹെ और सुनने वाला सुन रहा है तो इतना नशा അനുഭവം नहीं होगा. ഇനി ഒരുപക്ഷെ സാധാരണ രീതിയിലൂടെ നിയമപ്രമാണം കേൾപ്പിക്കുന്നവരും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഥവാ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇത്രയും ലഹരിയുടെ അനുഭവം അവർക്ക് ഉണ്ടാവില്ല. लेकिन भगवान के हम विद्यार्थी है, ഈ സ്മൃതി को स्वरूप में लाकर फिर सुनो. പക്ഷേ ഭഗവാന്റെ നമ്മൾ വിദ്യാർത്ഥികളാണ്. ഈ സ്മൃതി സ്വരൂപത്തിൽ കൊണ്ടുവന്ന് പിന്നീട് കേൾക്കുക. തബ് അലൗകിക നശയ്ക്ക അനുഭവം ഹോക. അപ്പോൾ അലൗകിക ലഹരിയുടെ അനുഭവം ഉണ്ടാകും. സമച്ച മനസ്സിലായോ? ബാപ്ദാദ നമസ്ത പറയാണ്. चारों मोर के सदा याद और सेवा के उमंग उत्साह वाले श्रेष्ठ बच्चों को, നാലു ഭാഗത്തുമുള്ള സദാ ഓർമ്മയുടെയും സേവയുടെയും ഉണർവിലും ഉത്സാഹത്തിലും ഇരിക്കുന്ന ശ്രേഷ്ഠ കുട്ടികൾക്ക്, സദാ ഹർ കർമ്മമേ സ്മൃതി സ്വരൂപ് की अनुभूति करने वाले അനുഭവി ആത്മാവോं को, സദാ ഓരോ കർമ്മത്തിലും സ്മൃതി സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന അനുഭവി ആത്മാക്കൾക്ക്, സദാ ഹർ കർമ്മമേ बाप के सर्व संबंध का अनुभव करने वाले ശ്രേഷ്ഠ ആത്മാവോं को, സദാ ഓരോ കർമ്മത്തിലും ബാബയുടെ സർവസംബന്ധത്തിൻ്റെയും അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബ്രാഹ്മൺ जीवन के मजे की जीवन बिताने वाले മഹാൻ ആത്മാവോं को, സദാ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആ ആനന്ദത്തിൻ്റെ ജീവിതത്തിൽ കഴിച്ചുകൂട്ടുന്ന മഹാൻ ആത്മാക്കൾക്ക്, ബാപ്ദാദാ കാ അതിസ്നേഹ സമ്പന്ന യാദ് പ്യാർ സ്വീകാർ ഹോ. ബാപ്ദാദയുടെ അതിസ്നേഹ സ്മരണകൾ സ്വീകരിച്ചാലും. വരദാൻ, ഇന്നത്തെ വരദാനാണ്. संगम युग पर एक का 100 गुना प्रत्यक्ष फल प्राप्त करने वाले പദ്മാ പദം ഭാഗ്യശാലി ഭവ. സംഗമയുഗത്തിൽ 100 ഗുണം 100 ഇരട്ടി പ്രത്യക്ഷ ഫലം പ്രാപ്തമാക്കുന്ന പദ്മാപദം ഭാഗ്യശാലിയായി ഭവിക്കൂ. വിവരണാണ്. സംഗം യുഗ് ഹി ഏക് കാ 100 ഗുണ പ്രത്യക്ഷ ബൽ ദേനെ വാലാ ഹെ. സംഗമയുഗം തന്നെയാണ് 100 ഗുണം പ്രത്യക്ഷ ഫലം നൽകുന്നത്. സിർ ഏക് ബാർ സങ്കൽപ് കിയാ കി മൈ ബാപ് കാ ഹും, മൈ മാസ്റ്റർ സർവശക്തിവാൻ ഹും, तो मायाजीत बनने का विजय बनने के नशे का अनुभव होता है. കേവലം ഒരു പ്രാവശ്യം സങ്കല്പം ചെയ്തു, ഞാൻ ബാബയുടേതാകുന്നു, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, അപ്പോൾ മായാജീത്താകാനുള്ള വിജയാകാനുള്ള ആ ലഹരിയുടെ അനുഭവം ഉണ്ടാകുന്നു. ശ്രേഷ്ഠ സങ്കല്പ് കർണ യഹി ഹെ ബീജ് और उसका सबसे बड़ा फल है. ശ്രേഷ്ഠ സങ്കല്പം ചെയ്യുക, ഇത് തന്നെയാണ് വിത്ത്, പിന്നീട് അതിൻ്റെ എല്ലാറ്റിലും വെച്ച് വലിയ ഫലമാണ്. जो स्वयं परमात्मा बाप भी साकार मनुष्य रूप में मिलने आता, इस फल में सब फल आ जाते हैं. जो സ്വയം പരമാത്മാവായ ബാബയും കൂടി സാകാര മനുഷ്യ രൂപത്തിലൂടെ നമ്മളെ മിലനം ചെയ്യാൻ വരിക, ഈ ഫലത്തിൽ എല്ലാ ഫലങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. स्लोगन. सच्चे ब्राह्मण वही है जिनकी सूरत और सीरत से प्यूरिटी की पर्सनालिटी व रॉयल्टी का अनुभव हो. സത്യ ബ്രാഹ്മണർ അവരാണ് ആരുടെ രൂപത്തിലൂടെയും സ്വഭാവത്തിലൂടെയും പവിത്രതയുടെ പേഴ്സണാലിറ്റി അഥവാ റോയൽറ്റിയുടെ അനുഭവം ഉണ്ടാവുക. സൂചന. ഇന്ന് 3-ാമത്തെ സൺഡേ,
തീസര രവി, ഇന്നത്തെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. അന്താരാഷ്ട്രീയ യോഗ ദിവസമാണ്. വൈകുന്നേരം 6 തൊട്ട് 7:30 വരെ എല്ലാ സഹോദരി സഹോദരന്മാരും വിശേഷമായി യോഗ തപസ് ചെയ്തുകൊണ്ട് താങ്കളുടെ ശുഭഭാവന സമ്പന്ന സങ്കല്പത്തിലൂടെ പ്രകൃതി സഹിതം വിശ്വത്തിലെ സർവ്വാത്മാക്കൾക്കും ശാന്തിയുടെയും ശക്തിയുടെയും വൈബ്രേഷൻ നൽകാനുള്ള സേവനം ചെയ്യണം. അവ്യക്ത മാസത്തിലെ 17-ാമത്തെ ചുവട്. संगम युग की प्रारब्ध के अनुभवी, മുഹബത്ത് മേ സമാനെ വാലെ മെഹനത്ത് മുക്ത്. സംഗമയുഗത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവിയും സ്നേഹത്തിൽ സമാവേശമായി പരിശ്രമത്തിൽ നിന്നും മുക്തരാവുക. സംഗമയുഗ് മുഹബത്ത് മേ സമാനെ ക യുഗ് ഹേ. സംഗമയുഗം സ്നേഹത്തിൽ സമാവേശമാകാനുള്ള യുഗമാണ്. മെഹനത്ത് ക യുഗ് നിഹി മിലൻ ക യുഗ് ഹേ. പരിശ്രമത്തിൻ്റെ യുഗമല്ല, മിലനം ചെയ്യാനുള്ള യുഗമാണ്. ക്ഷമ ഔർ പർവാനേക്കെ സമാനേക്ക യുഗ് ഹേ. ദീപവും ശലഭങ്ങളും സമാവേശമാകാനുള്ള യുഗമാണ്. ബച്ച സിർക്ക താജ് ഘർക്ക ശൃംഗാർ ഹോത്ത ഹേ. കുട്ടികൾ തലയുടെ കിരീടം, വീട്ടിൻ്റെ അലങ്കാരമാകുന്നു. ബാപ്ക ബാലക് സോ മാലിക് ഹോത്ത ഹേ. ബാബയുടെ ബാലകർ തന്നെയാണ് മാലിക, അധികാരികളാകുന്നത്. സദാ ഐസി ശ്രേഷ്ഠ സ്ഥിതിക്ക് അനുഭവി ബനോ. അതുകൊണ്ട് സദാ അത്തരത്തിലുള്ള ശ്രേഷ്ഠ സ്ഥിതിയുടെ അനുഭവിയാകും. മനസ വാച കർമ്മണ സംബന്ധ സമ്പർക്ക് സബ്മേ ഫുഡ് സ്റ്റെപ്പ് കദം പർ കദം രേത്തെ ചലോ. മനസ വാച കർമ്മണ സംബന്ധ സമ്പർക്കം, എല്ലാറ്റിലും ഫുഡ് സ്റ്റെപ്പ്, അവരുടെ കാലടികളെ പിന്തുടരുക, ചുവടിന്മേൽ ചുവട് വെച്ച് നടക്കുക. സംഗമയുഗ് കി പ്രാലബ്ധ് ഹേ. സംഗമയുഗത്തിൻ്റെ പ്രാപ്തിയാണ്. ബാബ് സമാൻ സമ്പന്ന സ്റ്റേജ് കെ തക്ത നഷീൻ ബനോ. ബാബയുടെ സമാനം സമ്പന്ന സ്ഥിതിയുടെ സിംഹാസനധാരിയാകൂ. സമ്പന്ന സ്റ്റേജ് കുച്ച് ഘടിയോ കി നഹി യേ തോ ജീവൻ ഹേ. സമ്പന്ന ജീവിതം കുറച്ച് നിമിഷങ്ങൾക്കുള്ള, കുറച്ച് മണിക്കൂറുകൾക്കുള്ളതല്ല, ഇത് ജീവിതമാണ്. फरिश्ता जीवन, योगी जीवन, ऐसी मोहब्बत में समाने वाले मेहनत मुक्त जीवन के അനുഭവി ബനോ. ഫരിസ്ത ജീവിതം യോഗി ജീവിതമാണ്. അത്തരത്തിൽ ആ സ്നേഹത്തിൽ സമാവേശമാകുന്ന പരിശ്രമ മുക്ത ജീവിതത്തിൻ്റെ അനുഭവി ആകൂ. ഓം ശാന്തി.